ഹായ്, ഈ വീഡിയോയിൽ KTU എഞ്ചിനീയറിംഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മാർജിനൽ PMF-ഉം അതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ജോയിന്റ് PMF ഓഫ് ടു റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇസ് ഗിവൺ. ഇപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾസ് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ് PMF-നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. F of x, y is equal to k into x plus 2y. ഇവിടെ എക്സിന്റെ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത് 1, 2 ആൻഡ് 3 എന്നാണ്. വൈയുടെ വാല്യൂസ് തന്നിരിക്കുന്നത് 1 ആൻഡ് 2 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്നതിന്റെ പ്രോബബിലിറ്റിയും. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും മാർജിനൽ PMF-ഉം. അതുപോലെ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ട് നോക്കാം. കെയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ജോയിന്റ് PMF ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ എക്സ് വൈ എന്ന് എഴുതി. വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2 ആണ്. എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 3 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ജോയിന്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലോ. അതായത് ഈ ബോക്സ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 1 ആണ്. അതായത് നമുക്ക് വേണ്ടുന്നത് എഫ് ഓഫ് 1, 1 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കെ ഇൻറ്റു എക്സ് പ്ലസ് 2y ആണ്. അപ്പോൾ അവിടെ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്തും 1 ഇട്ട് കൊടുത്താൽ മതി. സോ കെ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1. അതായത് ഇതിനെ നമുക്ക് 3k എന്നാണ് കിട്ടുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ജോയിന്റ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3k ആണ്. അതുപോലെ അടുത്ത ബോക്സ് നോക്കിക്കേ. അവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ എഫ് ഓഫ് 1, 2 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ k ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. അതായത് 5k എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. ഫൈനൽ ടേബിൾ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയിന്റ് PMF ടേബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ എല്ലാം നമുക്ക് കെയുടെ ടേംസിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. സോ ജോയിന്റ് PMF-ന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ജോയിന്റ് പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ ജോയിന്റ് പ്രോബിലിറ്റീസ് എല്ലാം കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. 3k പ്ലസ് 5k ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. ജോയിന്റ് പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെന്ന് എഴുതി. സോ LHSലെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30k എന്നാണ് കിട്ടുന്നത്. 30k ഈക്വൽ ടു 1. ഇവിടെ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കിട്ടുന്നത് 1/30 എന്നാണ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കിട്ടി. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ആദ്യം നമുക്ക് ഇവിടെ ഏതൊക്കെ എക്സ് വൈ പെയേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 3 ആയിരുന്നു. വൈ എന്ന് പറയുന്നത് 1 ആൻഡ് 2 ആയിരുന്നു. അപ്പോൾ നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സ് എന്ന് പറയുന്നത് 1, 1 ആകാം, 1, 2 ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ 2, 1 ആകാം, 2, 2 ആകാം, അല്ലെങ്കിൽ 3, 1ഉം 3, 2ഉം ആകാം. സോ ഇങ്ങനെ മൊത്തം 6 പെയേഴ്സ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ആ പെയേഴ്സിനെ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ് ഞാൻ. 1, 1 ഉണ്ട്, 1, 2 ഉണ്ട്. സോ 6 പോസിബിൾ പെയേഴ്സിനെ ഞാൻ എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള നമ്പർ ആയിരിക്കും കിട്ടേണ്ടുന്നത്. സോ ഇവിടെ നമുക്ക് 1, 1 നോക്കിയേ. എക്സിന്റെ സ്ഥാനത്ത് 1 ആണ്, വൈയുടെ സ്ഥാനത്തും 1 ആണ്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് 1 പ്ലസ് 1, 2 എന്നാണ് കിട്ടുന്നത്. സോ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അടുത്ത പേര് നോക്കിയേ, 1, 2. അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 എന്ന് കിട്ടും. അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് 2, 1ഉം എന്താണ് ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ അടുത്ത പേര് നോക്കി, 2, 2. അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. സോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല. അതുപോലെ ഈ 3, 1ഉം 3, 2 പെയർ എടുത്താലും എന്തല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടുന്ന പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമോ? P of 1, 1 പ്ലസ് P of 1, 2 പ്ലസ് P of 2, 1. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ജോയിന്റ് PMF ടേബിളിൽ നിന്ന് നമുക്ക് ഈ പ്രോബബിലിറ്റീസ് എടുത്ത് എഴുതാം. P of 1, 1 എന്ന് പറയുന്നത് ഇതാണ്. P of 1, 2 ഇതാണ്. P of 2, 1 ഇതാണ്. സോ 3k പ്ലസ് 5k പ്ലസ് 4k ഇതാണ് നമുക്ക് വേണ്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 3k പ്ലസ് 5k പ്ലസ് 4k ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12k എന്നാണ്. സോ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 1/30 ആണ്. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 12/30 എന്നാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് 2/5 എന്ന് വേണമെങ്കിലും എഴുതാം.
സോ അതാണ് നമ്മുടെ ബി പാർട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാർജിനൽ പി എം എഫ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിനെ നമുക്ക് ഒന്നും കൂടെ കെയുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീറേറ്റ് ചെയ്ത് എഴുതാം. സി പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് മാർജിനൽ പി എം എഫ് വേണം. സോ നമുക്ക് ജോയിന്റ് പി എം എഫ് ടേബിൾ വരയ്ക്കുമ്പോൾ എക്സ് വൈ വാല്യൂസ് വേണം. വൈ എന്ന് പറയുന്നത് 1 2, എക്സ് എന്ന് പറയുന്നത് 1 2 and 3 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ജോയിന്റ് പ്രോബിലിറ്റി 3k ആയിരുന്നു. അതായത് കെയുടെ സ്ഥാനത്ത് 1/30 ഇടുമ്പോൾ 3/30 എന്ന് വരും. അതുപോലെ എല്ലാ പ്രോബിലിറ്റീസും ഒന്ന് എഴുതിയിട്ട് കാണിക്കാം. അപ്പൊ നമ്മുടെ മാർജിനൽ പ്രോബിലിറ്റീസ് പി എക്സ് ഓഫ് എക്സ് ഇവിടെയാണ് വരുന്നത്, പി വൈ ഓഫ് സ്മോൾ വൈ ഇവിടെയാണ് വരുന്നത്. സോ ആദ്യം നമുക്ക് വേണ്ടുന്നത് പി എക്സ് ഓഫ് 1 ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 1 ആണ് വേണ്ടുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8/30 എന്ന് കിട്ടും. അതുപോലെ പി എക്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇതാണ്. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 10/30 എന്ന് കിട്ടും. അതുപോലെ പി എക്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 12/30 ആണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 1ഉം പി വൈ ഓഫ് 2ഉം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 12/30 ആണ്. അതുപോലെ പി വൈ ഓഫ് 2 നമുക്ക് കിട്ടുന്നത് 18/30 എന്നാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാർജിനൽ പി എം എഫ് ആണ്. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പ് വൈസ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് നോക്കാം. എക്സ് എടുക്കുന്ന വാല്യൂസ് ഇവിടെ 1 2 and 3 ആണ്. സോ ഇവിടെ നമുക്ക് പി എക്സ് ഓഫ് 1 ആദ്യം കണ്ടുപിടിക്കാം. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറയുമ്പോൾ 3/30 and 5/30. അതായത് ഏതൊക്കെ ജോയിന്റ് പ്രോബിലിറ്റീസ് ആണ്? പി ഓഫ് 1 1 പ്ലസ് പി ഓഫ് 1 2. ഇതിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8/30 എന്ന് കിട്ടിയത്. ഇതുപോലെ തന്നെ പി എക്സ് ഓഫ് 2 പി എക്സ് ഓഫ് 3 കണ്ടുപിടിക്കാം. പി എക്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇവിടെയാണ് വരുന്നത്. സോ പ്രോബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതൊക്കെയാ? പി ഓഫ് 2 1 പ്ലസ് പി ഓഫ് 2 2 ആണ്. സോ അതായത് 4/30യും 6/30യും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10/30 എന്നാണ് കിട്ടുന്നത്. ഇതുപോലെ പി എക്സ് ഓഫ് 3 കണ്ടുപിടിച്ചേ. എക്സ് ഈക്വൽ ടു 3 ഇവിടെയാണ് വരുന്നത്. സോ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് പി ഓഫ് 3 1 പ്ലസ് പി ഓഫ് 3 2 ആണ്. അതായത് 5/30 പ്ലസ് 7/30, അതായത് 12/30 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടേബിൾ വരയ്ക്കാം. ഇപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസിനെ നമുക്ക് 1 2 3 എന്ന് എഴുതി. മാർജിനൽ പ്രോബബിലിറ്റീസിനെ എഴുതാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 8/30 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 10/30, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 12/30. സോ ഇതാണ് നമ്മുടെ മാർജിനൽ പി എം എഫ് ടേബിൾ ഫോർ എക്സ്. ഇനി നമുക്ക് വൈയുടെയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ വൈ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാ? 1ഉം 2ഉം ആണ്. സോ നമുക്ക് പി വൈ ഓഫ് 1 കണ്ടുപിടിക്കണം. y ഈക്വൽ ടു 1 ഇവിടെയാണ് വരുന്നത്. സോ താഴേക്കുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോബിലിറ്റീസ് ആണ് നമ്മൾ എടുക്കുന്നത്? പി ഓഫ് 1 1 ഉണ്ട്, പി ഓഫ് 2 1 ഉണ്ട്, പ്ലസ് പി ഓഫ് 3 1 ഉണ്ട്. അതായത് വൈയുടെ സ്ഥാനത്തെല്ലാം 1നെ ഫിക്സ് ചെയ്തു എന്നുള്ളൂ. സോ അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12/30 എന്നാണ്. 12/30. ഇനി പി വൈ ഓഫ് 2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പി വൈ ഓഫ് 2 എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു 2 ഇവിടെയാണ് വരുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് കോളത്തിലെ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് പി ഓഫ് ഏതൊക്കെയാ? ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 2 ആണ്, പ്ലസ് പി ഓഫ് 2 2 പ്ലസ് പി ഓഫ് 3 2. സോ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18/30 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടേബിൾ വരയ്ക്കാം. മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ വൈൻ്റെ വാല്യൂസ് 1 2 ആണ്. മാർജിനൽ പ്രോബബിലിറ്റീസ് പി വൈ ഓഫ് വൈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 12/30യും 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 18/30യും ആയിരുന്നു. ഇനി നമ്മളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. സോ ഡി പാർട്ട് നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് നോക്കണമെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. പി ഓഫ് എക്സ് വൈ, അതായത് എക്സിന്റെയും വൈയുടെയും ജോയിന്റ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? പ്രോഡക്റ്റ് ഓഫ് ദെയർ മാർജിനൽ പ്രോബബിലിറ്റീസ്, അതായത് പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് സ്മോൾ വൈയോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി ടേബിൾ നോക്കാം. സോ ഇതിലെ ആദ്യത്തെ നമ്മുടെ ഈ വാല്യൂ തന്നെ നമുക്ക് എടുക്കാം. ഇത് ഏത് പ്രോബബിലിറ്റി ആണ്? എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1, അതായത് ഇത് പി ഓഫ് 1 1 ആണ്. സോ അത് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. പി ഓഫ് 1 1 ഈക്വൽ ടു 3/30 എന്ന് എഴുതാം.
ഇപ്പോൾ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നിടത്ത് ഞാൻ എക്സും 1 ആണ് എടുക്കുന്നത്, വൈയും 1 ആണ് എടുക്കുന്നത്. അതായത് പി ഓഫ് 1 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ 3/30 എന്ന് പറയുന്ന വാല്യൂ. സോ ഇത് എന്തിനോട് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പി ഓഫ് 1 എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 1 ആയിരിക്കണം. അപ്പം നമുക്ക് പി എക്സ് ഓഫ് 1 വേണം, പി വൈ ഓഫ് 1 കണ്ടുപിടിക്കണം. നമുക്ക് ജോയിന്റ് പ്രോബിലിറ്റി ടേബിളിൽ നോക്കാം. പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 8/30 ആണ്, പി വൈ ഓഫ് 1 എന്ന് പറയുന്നത് 12/30 ആണ്. സോ അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 1 is equal to 8/30 ഇൻറ്റു 12/30. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും 3/30 കിട്ടില്ല. എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 is not equal to പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 1. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.